ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്താണ്, അതിന്റെ സിന്റാക്സ് എങ്ങനെയാണ് വരുന്നത്, കോളിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, അത് കോൾ ചെയ്യുമ്പോൾ മാത്രം എക്സിക്യൂട്ട് ചെയ്തത്. അതായത് മെയിൻ പ്രോഗ്രാമിൽ അതിനെ എപ്പോൾ കോൾ ചെയ്യുന്നു അപ്പോൾ മാത്രം അത് എക്സിക്യൂട്ട് ചെയ്തത്. ജസ്റ്റ് നമ്മളൊരു ഫംഗ്ഷന്റെ ഡെഫിനേഷൻ എഴുതി എന്ന് പറഞ്ഞ് ആ ഒരു ഫംഗ്ഷൻ ഒരിക്കലും എക്സിക്യൂട്ട് ആവാൻ പോകുന്നില്ല. അതായത് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. എപ്പോൾ അതിനെ കോൾ ചെയ്യുന്നോ അപ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. എക്സാമ്പിൾ, ഞാനൊരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് DEF എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഡെഫ് കീവേഡ്, DEF കീവേഡ് യൂസ് ചെയ്യാം. ദെൻ ഫംഗ്ഷൻ നെയിം കൊടുക്കുക. എന്താ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഹലോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതി. ദെൻ ബ്രാക്കറ്റ് കൊടുക്കുക. ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം ദെൻ കോളൻ ഇടുക. കോളന്റെ ഉള്ളിലായിട്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ലൂപ്പ് കൊടുക്കുന്ന പോലെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന പോലെ ഫംഗ്ഷന്റെ ബോഡിക്കകത്ത് കൊടുക്കുന്ന, അതായത് ഫംഗ്ഷന്റെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്കൊരു ഇൻഡന്റേഷൻ കൊടുത്തിട്ടാണ് എഴുതുന്നത്. സോ അത് ഓട്ടോമാറ്റിക്കലി വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണെങ്കിലും പൈത്തണിലാണെങ്കിലും വരും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അത് വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ കോളൻ ഇട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. പ്രിന്റിന്റെ ഉള്ളിൽ ഹലോ എന്ന് പറഞ്ഞ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എഴുതി. ഇത് ഇങ്ങനെ കൊടുത്തു. ഞാൻ എന്താ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അത് എക്സിക്യൂട്ട് ആയി പോകും. പക്ഷെ നമുക്ക് ആ ഹലോ പ്രിന്റ് ആയി കിട്ടത്തില്ല. ആ ഹലോ പ്രിന്റ് ആയി നമുക്ക് അത് വർക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പ്രോഗ്രാമിന്, അതായത് നോർമൽ എക്സിക്യൂഷന്റെ ആ ഒരു സീക്വൻസിൽ നമ്മൾ അതിനെ കോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു നെയിം ഫോളോഡ് ബൈ ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ ഇത് കൊടുത്താൽ മതി. ഹലോ കൊടുക്കുമ്പോഴത്തേനും നമുക്കിവിടെ ഹലോ എന്ന് പറഞ്ഞ് പ്രിന്റ് ആയി കിട്ടി. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ, ഇത് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ബോഡി, ഇത് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോൾ, മെയിൻ ഫംഗ്ഷനിൽ നിന്ന് വിളിക്കുന്ന ഒരു മെയിൻ പ്രോഗ്രാമിൽ നിന്ന് വിളിക്കുന്ന ഒരു കോളിനാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫംഗ്ഷന്റെ അകത്തേക്ക് ഡാറ്റ പാസ് ചെയ്യും. അങ്ങോട്ട് ഡാറ്റ പാസ് ചെയ്യും. അതിന് പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പാസ് ചെയ്യുന്ന ഡാറ്റനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇപ്പൊ എനിക്കിപ്പോ 2 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡെഫ് സം എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എഴുതി. അതിനകത്ത് പാരാമീറ്റർ വേണം. പാരാമീറ്റർ അങ്ങോട്ട് പാസ് ചെയ്യണം. ജസ്റ്റ് ഞാൻ ഒരു A,B എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സം ഈക്വൽ ടു A+B എന്ന് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതാം. പ്രിന്റ് സം ഈക്വൽ ടു സം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ ഡാറ്റ പാസ് ചെയ്യിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് എന്തൊക്കെയും ഡാറ്റ പാസ് ചെയ്യിക്കുന്നത്. A ഈക്വൽ ടു ഒന്നല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് എടുക്കാം. ഇൻപുട്ട് അണ്ടർ ഫസ്റ്റ് നമ്പർ എന്നിട്ട് ഈ എയും ബിനെയും വെച്ച്, ഇവിടെ എയും ബിയും തന്നെ വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ അവിടെ കൊടുത്തു എന്നല്ല. നമുക്ക് വേണമെങ്കിൽ num1 num2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ സം കോൾ ചെയ്യുമ്പോൾ സമ്മിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ num1നെ num2നെ കൂടി കൊടുക്കുക. num1നെ num2നെ, അതായത് ആ ഒരു എയുടെ ബിയുടെയും വാല്യൂ ആണ് ഈ num1ലും num2ലും ഇരിക്കുന്നത്. ഇതിങ്ങനെ ആയിരിക്കും മാപ്പ് ചെയ്യുന്നത്. സമ്മിന്റെ ആദ്യത്തെ ആർഗ്യുമെന്റ്, ആദ്യത്തെ വാല്യൂ num1ൽ ഇരിക്കുന്ന വാല്യൂ എയിലേക്ക് മാപ്പ് ചെയ്യും, num2ൽ ഇരിക്കുന്ന വാല്യൂ ബിയിലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഞാനിവിടെ ഫസ്റ്റ് നമ്പർ അടിച്ചു കൊടുത്തു 4, രണ്ടാമത്തെ നമ്പർ 6, നമുക്ക് സം ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കാണിച്ചു. ഇതിപ്പോ യൂസറിന്റെ ഇൻപുട്ട് എടുത്താണ്. യൂസറിന്റെ ഇൻപുട്ട് എടുക്കാണ്ട് നമുക്ക് ചെയ്യാം. കൺട്രോൾ/ ജസ്റ്റ് സമ്മിന്റെ അകത്ത് 2 വാല്യൂ കൊടുക്കുക. സം 4,6 എന്ന് കൊടുത്താലും സെയിം തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അതായത് എന്റെ വാല്യൂ അവിടെ
4 ആയി പോകും, ബിയുടെ വാല്യൂ 6 ആയി പോകും. അതായത് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് പൊസിഷനിലെ ആർഗ്യുമെന്റിനെ അസൈൻ ചെയ്ത് കൊടുക്കും, സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആർഗ്യുമെന്റിനെ അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ മാപ്പിംഗ് നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഡാറ്റ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഡാറ്റ നമുക്ക് മെയിൻ മെത്തേഡിലേക്ക് റിട്ടേൺ ചെയ്ത് കിട്ടണം. അതെങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എങ്ങനെ നമുക്ക് റിട്ടേൺ കിട്ടും എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പൊ നമ്മൾ സമ്മിന്റെ തന്നെ ചെയ്യാം, സെയിം പ്രോഗ്രാം തന്നെ ചെയ്യാം. സം ഈക്വൽ ടു സം ഓഫ് എ കോമ ബി, ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. സം ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാം. സമ്മ് വേണമെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ സമ്മിന്റെ നമ്മൾ 2 പ്രോഗ്രാം ചെയ്തില്ല. സോ നമുക്കൊരു പ്രൊഡക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റിന് മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, റിട്ടേൺ PROD. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. മെയിൻ പ്രോഗ്രാമിൽ ഇതിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ നമ്മുടെ നേരത്തെ കൊടുത്ത പോലെ തന്നെ യൂസർ നെയിം 2 ഇൻപുട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ യൂസർ നെയിം ഇൻപുട്ട് എടുക്കാണ്ട് എങ്ങനെ കാണാൻ നോക്കാം. പ്രിന്റ് പ്രൊഡക്റ്റ് കാണിക്കണം. ഞാൻ പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ശേഷം കോമ അവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഫംഗ്ഷൻ കോളിന്റെ റിട്ടേൺ എന്താണോ കിട്ടുന്നത് അതായിരിക്കും അവിടെ പ്രിന്റ് ആയി കിട്ടുന്നത്. അതായത് റിട്ടേൺ വാല്യൂ ആയിട്ട് എന്താണോ വരുന്നത്, ഫംഗ്ഷനിൽ എന്ത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പ്രൊഡക്റ്റ് ഓഫ് 2,3 എന്ന് കൊടുത്തു. ഈ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് നമ്മൾ ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2നെയും 3നെയും ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ ഇങ്ങോട്ട് പോകും. ഇവിടെ വന്നതിന് ശേഷം എന്റെയും ബിന്റെയും വാല്യൂ 2ഉം 3ഉം ആയിട്ട് അസൈൻ ചെയ്യും. ദെൻ പ്രൊഡക്റ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എ ഇൻറ്റു ബി ചെയ്തിട്ട് പ്രൊഡക്റ്റിന്റെ വാല്യൂ 2 ഇൻറ്റു 3 6 അസൈൻ ചെയ്യും. ദെൻ റിട്ടേൺ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ആ പ്രൊഡക്റ്റിനെ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ നമുക്ക് അതിനെ ഇവിടെ കിട്ടും, മെയിൻ പ്രോഗ്രാമിൽ കിട്ടും. അങ്ങനെയാണ് നമ്മൾ റിട്ടേൺ വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ അത്രയാണ് നമ്മളിപ്പോ ഒരു ഫംഗ്ഷന്റെ സോറി ജസ്റ്റ് പ്രൊഡക്റ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുക. എന്താ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3,4 കൊടുത്ത് നമുക്ക് തൽക്കാലം 3 × 4 12 എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ഇത് വരുന്നത്. അതിനകത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാ പഠിച്ചത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? ഫംഗ്ഷന്റെ ഒരു നോർമൽ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, അതിന്റെ ബോഡി എങ്ങനെയാണ് ഒരു ഇതിട്ടിട്ട് ഇൻഡന്റേഷൻ വിട്ടിട്ട് ചെയ്യുന്നത്, ദെൻ എങ്ങനെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, ദെൻ എങ്ങനെയാണ് ഫംഗ്ഷനിലേക്ക് നമുക്ക് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻസ്, അതായത് ഓപ്പറേഷൻസ് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, ദെൻ നമുക്ക് റിട്ടേൺ ഡാറ്റ എങ്ങനെ എടുക്കാൻ പറ്റും. ഇത്രയാണ് ഒരു ഫംഗ്ഷന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അത്രയാണ് ഇന്ന് പറഞ്ഞത്. അത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. സോ താങ്ക് യു.